ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങൾക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ കണ്ടിട്ട് കുറേ ആയില്ലേ? കാരണം ഞാൻ ഒരു ലോങ് വീഡിയോ അല്ലെങ്കിൽ വ്ളോഗോ കുക്കിംഗ് വീഡിയോ എന്തായാലും ഇട്ടിട്ടിപ്പോൾ ഒരു 1 മന്തൊക്കെ ആയിട്ടുണ്ടാവും. ഒരു മാസമൊക്കെ ആയി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട്. ഷോർട്ട് വീഡിയോസ് ആണ് ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് വരുന്നത്. ലോങ് വീഡിയോസ് ഇട്ടിട്ട് ഇപ്പോൾ ഒരു മാസമായി. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ ഗ്യാപ്പ് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ മുമ്പ് ഒരു വീഡിയോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയില്ല എത്ര പേര് കണ്ടിട്ടുണ്ടാവുമെന്ന്. ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അഥവാ ഓക്കെ അല്ലാന്ന് തോന്നുന്ന സമയത്ത് ഞാൻ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കാറുണ്ടെന്ന്. നല്ല സന്തോഷമായിട്ടിരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ഓക്കെ ആയിന്ന് തോന്നുന്ന സമയത്താണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. തീരെ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ഞാൻ നിങ്ങളുടെ മുന്നേ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ വീഡിയോ തന്നെ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് വിഷു ടൈമിലാണ്. നമ്മൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വിഷുവിന്. അപ്പോൾ ബൈ കാറാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു വ്ളോഗാക്കി എടുക്കാന്നുള്ള രീതിയിൽ അന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചു. പിന്നീട് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും അങ്ങോട്ട് പറ്റിയില്ല. ഇപ്പം ഞാൻ ആലോചിച്ചു എന്തായാലും അപ്ലോഡ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ കുറേ ആലോചിച്ചു. പിന്നെ വീഡിയോ എടുത്ത് വെച്ച സ്ഥിതിക്ക് നമ്മളങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പാടില്ലല്ലോ. സോ അതുകൊണ്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു വ്ളോഗാണ്, നമ്മൾ നാട്ടിലേക്ക് പോകുന്ന ഒരു വ്ളോഗായിരുന്നു. ഇപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആക്ച്വലി രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നുണ്ടായിരുന്നു, ഒരു 5 മണിക്കൊക്കെ ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ ജിജുവേട്ടന് കുറച്ച് ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 6:30-7 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഒറ്റയ്ക്കാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയാലും സാരമില്ല, നല്ല ഉറക്കം കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. സോ 6:37 ഒക്കെ ആയിട്ടുണ്ടാവും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. പിന്നെ ഓൺ ദ വേയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് റോഡ് മിസ്സായിപ്പോയി കേട്ടോ. റൂട്ടൊക്കെ ഒന്ന് മാറിപ്പോയി. കുഴപ്പമില്ല, ചെറിയ ചെറിയ പാളിച്ചകളിലൂടെ നമ്മൾ പഠിക്കുമല്ലോ. അങ്ങനെ നമ്മൾ ഏകദേശം മൈസൂരൊക്കെ അടുക്കാറായപ്പോഴത്തേന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു കേരള റെസ്റ്റോറൻറ്റിൽ കയറി. കേരള റെസ്റ്റോറൻറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും ലേറ്റ് ആയത്. എന്നാലും കുറച്ച് ലേറ്റ് ആണെങ്കിൽ നല്ല ഫുഡ് കഴിക്കാൻ പറ്റും. നല്ല കറിയായിരുന്നു. ചെറിയൊരു ഹോട്ടലാണ്, പക്ഷെ നല്ല ടേസ്റ്റുള്ളൊരു ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ വണ്ടി എടുത്താൽ പിന്നെ ഒരു ലോങ് ട്രിപ്പ് പോകുന്നത്. അല്ലെങ്കിൽ പൊതുവേ കണ്ണൂരിലേക്ക് പോകുന്നത് ട്രെയിനിലാണ്. ബസ് ഉണ്ട്, പക്ഷെ ബസ്സാണ് ഏറ്റവും എളുപ്പം, പെട്ടെന്ന് എത്തും. പക്ഷെ നമ്മളെപ്പോഴും ട്രെയിനിലാണ് പോകുന്നത്, കാരണം എനിക്ക് ബസ് സെറ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് ട്രെയിനിലാണ് പോകുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ലോങ് ട്രിപ്പ് പോകുന്നത്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ പിന്നെ അങ്ങനെ ഫാസ്റ്റായിട്ടൊന്നും പോയിട്ടില്ല, പതുക്കെ പോയാൽ മതി എന്നുള്ള രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് റിലാക്സ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. മോള് പിന്നെ പുറകിൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് ഡ്രോയിങ് ചെയ്യുന്നുണ്ടായിരുന്നു, കളിക്കുന്നുണ്ടായിരുന്നു. ഓടിക്കുന്ന ആളെക്കാട്ടിലും എനിക്കാണ് ഭയങ്കരമായിട്ട് ക്ഷീണം വന്നു തുടങ്ങിയത്. കാരണം നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ കുറച്ച് ക്ഷീണം വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നല്ലൊരു റൂട്ടിലേക്ക് എൻ്റർ ആവുന്നത്. പിന്നീട് അങ്ങോട്ട് എൻ്റെ ഉറക്കം മൊത്തം പോയി. അതായത് മൈസൂരൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ വിരാജ്പേട്ടയിലൊക്കെ എൻ്റർ ആകുമ്പോഴേക്കും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഈ നാഗർഹോളി ഫോറസ്റ്റും അതൊക്കെ കഴിഞ്ഞിട്ട് ഈ മാക്കൂട്ടം ചുരം ഉണ്ടല്ലോ, അവിടേക്ക് എത്തുമ്പോഴേക്കും ഭയങ്കര ഭംഗിയാണ് കാണാൻ. പക്ഷേ റോഡ് കുറച്ച് മോശമായിരുന്നു. ആ ചുരത്തിലെത്തുമ്പോൾ റോഡ് കുറച്ച് മോശമായി തുടങ്ങി. പക്ഷെ എന്നാലും കാഴ്ചകൾ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഈ ഒരു ചുരത്തിലൂടെ പോകുന്ന സമയത്ത് പത്തനംതിട്ടയിൽ പോയൊരു ഫീൽ ഉണ്ടായിരുന്നേ. എൻ്റെ പപ്പയുടെയൊക്കെ നാട്ടിൽ പോയൊരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം ചുറ്റും കാടാണല്ലോ, നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ അടിപൊളി ഒരു ഡ്രൈവൊക്കെ കഴിഞ്ഞ് നമ്മൾ കണ്ണൂരെത്തി. അപ്പം ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇടയ്ക്ക് എവിടെയോ വെച്ച് നിർത്തിയിട്ട് ചായയൊക്കെ കുടിച്ചു. പക്ഷേ ഉച്ചയൂണ് കഴിക്കാത്തത് കൊണ്ട് തന്നെ നല്ല വിശപ്പിളകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കണ്ണൂരെത്തിയതിന് ശേഷം അവിടെ സോഫ്റ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ പോയിട്ട്, ചെറിയൊരു ഹോട്ടലാണ്, അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടുത്തെ ലഗൂൺ ബിരിയാണിയാണ് ഏറ്റവും ഫേമസ്, അല്ലെങ്കിൽ സ്പെഷ്യൽ എന്ന് പറയാം. അപ്പോൾ എനിക്ക് പൊതുവേ ലഗൂൺ ബിരിയാണി അങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് പൊതുവേ ബിരിയാണി വലിയ ഇഷ്ടമൊന്നുമല്ല. എന്നാലും ജിജുവേട്ടൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ലഗൂൺ ബിരിയാണി. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അത് കഴിച്ചു. അത് കഴിഞ്ഞ് ജിജുവേട്ടൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോയി. കാരണം അവിടുന്ന് പെങ്ങളുടെ മോനെ പിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അവനെയും പിക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോയി കേട്ടോ. വീട്ടിലെത്തുമ്പോഴേക്കും അത്യാവശ്യം നല്ല ഡാർക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്തില്ല. പിന്നെ കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയി. സോ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാത്രി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് കുട്ടികളൊക്കെ കളിക്കാൻ തുടങ്ങി. അവർ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ കുറച്ച് ഷൂട്ട് ചെയ്തു. ഇനി അങ്ങോട്ടെല്ലാം കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ. നാട്ടിൽ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഞാൻ വീഡിയോസായിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ പിറ്റേ ദിവസം ആയപ്പോഴത്തേന് വിഷുവിന് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജിജുവേട്ടനും അമ്മയും സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയ സമയം നോക്കി ഞങ്ങൾ വീട്ടിൽ നിന്ന് ചാടി. ഞാനും ജിജുവേട്ടൻ്റെ പെങ്ങളുടെ മോളും കൂടി വീട്ടിൽ നിന്ന് ചാടിയിട്ട് സൈക്കിൾ ചവിട്ടാൻ പോയി. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങോട്ടാണെന്ന് തോന്നുന്നു ലാസ്റ്റ് ഞാൻ സൈക്കിളൊന്ന് ചവിട്ടി നോക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതുവരെയായിട്ട് ഈ സംഭവം ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാലൻസ് കിട്ടുമോ ഇല്ലെന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേന് നന്നായിട്ട്
പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഷോ ഓഫ് ആയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി കുളിച്ചൊരുങ്ങി റെഡിയായി. കാരണം അമ്മ പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും റെഡിയായി നിന്നോളണമെന്ന്. കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് പറശ്ശിനിയിലേക്ക് പോവുകയാണ്, അത് കഴിഞ്ഞ് അവിടെ നിന്ന് കണ്ണൂരിലേക്കും പോകുന്നുണ്ടേ. അപ്പോൾ അങ്ങനെ അമ്മയും ജിജുവേട്ടനും കടയിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേനും ഞങ്ങൾ റെഡിയായി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോളിപ്പോൾ അമ്പലത്തിൽ പോകുന്നത്, നമ്മളിപ്പോൾ അമ്പലത്തിൽ പോകുന്നതുകൊണ്ടാണ് ഈ ഡ്രസ്സ് ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കണം, കാരണം അത്രയും ചൂടാണ് കേട്ടോ. നാട്ടിലെ ചൂട് ഒരു രക്ഷയില്ല, പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് വിഷു സമയത്ത് പറയേണ്ട, നിന്ന് ഉരുകിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറശ്ശിനി എത്തിയപ്പോഴത്തേന് അവിടെ നിന്ന് മോരും വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. പൊതുവേ നമ്മൾ പറശ്ശിനി വരുന്ന സമയത്ത് ഈ ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കടയുണ്ട്, അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ടേ പോകാറുള്ളൂ. കാരണം അത്രയും ചൂടാണ്. നമ്മളെപ്പോൾ കണ്ണൂർ വരുമ്പോൾ നമുക്ക് ആ ചൂട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയായാലും കുടിച്ചു പോകും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മോരും വെള്ളവും ലൈം സോഡയൊക്കെ കുടിച്ചു. പിന്നെ അമ്പലത്തിലേക്ക് പോയി കേട്ടോ. നമ്മൾ ഉച്ച സമയത്ത് പോകുന്നത് മെയിനായിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കാനും കൂടിയാണ്. നാട്ടിലെപ്പോൾ വന്നാലും പറശ്ശിനിയിൽ പോകാതെ അവിടുത്തെ ഭക്ഷണം കഴിക്കാതെ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകാറില്ല. ഇപ്പോൾ 2 ദിവസത്തേക്കായിട്ടാണ് വരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും പറശ്ശിനി പോകാറുണ്ട്. പൊതുവേ നമ്മളങ്ങനെ മിസ് ചെയ്യാറേ ഇല്ല. പിന്നെ തീരെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മിസ് ചെയ്താലേ ഉള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ആകെ വന്നേക്കുന്നത് 2-3 ദിവസമേ ഉള്ളൂ. എന്നാലും പറശ്ശിനി പോയി ഒന്ന് തൊഴുത് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാറുന്നില്ലെങ്കിലുണ്ടല്ലോ എന്തോ ഒരു കുറവ് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടുത്തെ ഊണായാലും ഉണ്ടല്ലോ കാര്യമായിട്ട് ഒരുപാട് ഐറ്റംസ് ഒന്നുമല്ല. ചോറ്, മോരുകറി ഉണ്ടാവും, പിന്നെ ഒരു സാമ്പാർ ഉണ്ടാവും, ഒരു പരിപ്പ് കറി ഉണ്ടാവും, അത്രയേ ഉള്ളൂ. പക്ഷെ അത് കഴിക്കാൻ തന്നെ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ ഇതേ സംഭവം വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതായത് വീട്ടിൽ നമ്മളൊരു സാമ്പാറും മോരും മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ പറശ്ശിനി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ചോറ് കഴിക്കാൻ തന്നെ ഭയങ്കര സ്വാദാണ്. അത് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ചായയും വൻപയർ വേവിച്ചതും, വൻപയറും തേങ്ങയൊക്കെ ഇട്ടിട്ട് തരുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഇതും നമുക്ക് ഒരിക്കലും മുടക്കാൻ പറ്റത്തില്ല. പുറത്ത് ഇത്രയും ചൂടുള്ള സമയത്ത് നമുക്ക് ചായ കുടിക്കാൻ തോന്നില്ല, കാരണം ഒന്നും കൂടി ബോഡി ഹീറ്റ് കൂട്ടുമല്ലോ. പക്ഷെ എന്നാലും ഉണ്ടല്ലോ 1-2 അല്ല ചിലപ്പോൾ അതിൽ കൂടുതലും ചായ കുടിച്ചിട്ടുണ്ട്. എന്തോ ഒരു സ്വാദാണ്, എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നത് കണ്ണൂർക്കാണ്. കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കണം. വിഷുവിൻ്റെ തലേദിവസം ഷൂട്ട് ചെയ്ത വീഡിയോ ആണിത്. അപ്പോൾ അവർക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് നമ്മൾ കണ്ണൂർ പോകാൻ പോകണം. പോകുന്നതിന് മുമ്പായിട്ട് മോളുടെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. കാരണം ഈ ചൂടത്ത് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് കണ്ണൂരൊക്കെ കറങ്ങാന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, ഇറിറ്റേറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു കേട്ടോ. പിന്നെ മോള് നേരത്തെ ഇട്ടിരുന്ന പട്ടുപാവടെ ആ ഒരു ബ്ലൗസ് ഉണ്ടല്ലോ, അത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചാണ്. നല്ല വിലക്കുറവിന് 300 സംതിങ്ങേ ഉള്ളൂ, പക്ഷെ നല്ല വർത്താണേ. നമ്മൾ കണ്ണൂർ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് പടക്കമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ കൊല്ലവും ഇതുപോലൊക്കെ തന്നെയാണ്. വിഷുവിന് തലേദിവസം പടക്കമൊക്കെ പൊട്ടിച്ച്, വിഷുവിൻ്റെ അന്ന് രാവിലെ കണി കണ്ടിട്ട് പടക്കമൊക്കെ പൊട്ടിച്ച് അങ്ങനെയൊക്കെ തന്നെയാണ് ആഘോഷിക്കാറ്. അപ്പോൾ വിഷുവിന് തലേദിവസം നമ്മൾ മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയാണ് ഓർത്തത് കണി വെക്കാനുള്ള മാങ്ങ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ മാവുണ്ട്, സോ അതിൽ നിന്ന് മാങ്ങ പറിക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് കൊണ്ടുപോകാനുള്ള മാങ്ങയും കൂടി അപ്പോൾ തന്നെ ഞങ്ങൾ പറിച്ചെടുക്കുകയും ചെയ്തു. കുറച്ച് മാങ്ങ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ വിഷുവിൻ്റെ അന്നത്തെ വ്ളോഗൊന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം അന്ന് വല്ലാണ്ട് അങ്ങ് തിരക്കായിപ്പോയി. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ടൊക്കെ പുറത്തേക്കൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ദിവസം മൊത്തത്തിൽ ബിസി ആയി പോയതുകൊണ്ട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് അതിൻ്റെ പിറ്റേ ദിവസം, വിഷു കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇത് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വ്ളോഗ് വല്ലാതെ ഇൻകംപ്ലീറ്റ് ആണെന്ന് എനിക്കറിയാം. കുറച്ച് അവിടെ ഇവിടെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയിൽ ചേർത്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് അത്രേ പറ്റുള്ളൂ കേട്ടോ. ഈ പ്രാവശ്യം അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർക്ക് വരുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ കുട്ടികളൊക്കെ കുറച്ച് സാഡായിട്ടിരിക്കുകയാണ്. കാരണം ആകെ ഒരു 2-2.5 ഡേയ്സ് മാത്രമേ നമ്മൾ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന പോലെ ആയിപ്പോയി. ജിജുവേട്ടൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് കാരണം നാട്ടിൽ പോകാൻ പറ്റുമെന്ന് വരെ സംശയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് പോയിട്ട് വരാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഞാൻ ഇവിടം വരെ വീഡിയോ എടുത്തിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. കാരണം സെയിം റൂട്ടാണ്, പിന്നെ പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കും. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. വീണ്ടും റിപ്പീറ്റഡ് ആയി പോകേണ്ട, അത് ബോറായി പോകേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റോഡ് ട്രിപ്പായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈസൂർ ടു കണ്ണൂർ വരെയും അതേപോലെ കണ്ണൂർ ടു തിരിച്ച് മൈസൂർ വരെയും അടിപൊളിയായിരുന്നു. നല്ല യാത്രയും നല്ല ഭംഗിയുള്ള കാഴ്ചകളും ഒക്കെ ആയിരുന്നേ. അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ലഞ്ച് ബോക്സ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അൺടിൽ ദെൻ ടാറ്റാ, ബൈ.